വേഗവരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. വെൽക്കം ഹോളി ഫയർ മീഡിയ മിനിസ്ട്രിയുടെ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ തലമുറയിൽ UK-യിൽ ദൈവശക്തമായി ഉപയോഗിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ആനന്ദ് പുത്തൻപുരയ്ക്കൽ അവറുകളാണ് ഇന്ന് പകലിൽ നിങ്ങളോട് ദൈവത്തിന്റെ വചന ശുശ്രൂഷിക്കുന്നത്. നിങ്ങളെ ഏവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 1 Corinthians chapter 12 verses 4, 5 and 6. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. അടുത്തത് വീര്യപ്രവർത്തികളിൽ വ്യത്യാസമുണ്ട്. നമുക്ക് തിരിച്ചു തരാം. പിതാവായ ദൈവത്താൽ, ഇവിടെ പറയുന്നതിനനുസരിച്ച്, വായിക്കുന്നതനുസരിച്ച് പിതാവായ ദൈവത്താൽ എന്ത് സംഭവിക്കുന്നു? വീര്യപ്രവർത്തി നടക്കുന്നു. പുത്രനായ ക്രിസ്തുയേശുവിൽ കൂടെ എന്ത് നടക്കുന്നു? ശുശ്രൂഷകൾ പകുത്തു കൊടുക്കപ്പെടുന്നു. അടുത്തത് പരിശുദ്ധാത്മാവാം ദൈവത്തിൽ കൂടെ വിവിധ വരങ്ങൾ പകുത്തു കൊടുക്കപ്പെടുന്നു. ദൈവം ഒന്നാണെങ്കിലും ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് അപ്പോസ്തലനായ പൗലോസ് ഇതിനെ ഒന്ന് കാണിച്ചിരിക്കുക. നമ്മൾ വ്യത്യസ്തമായിട്ട് കാണണ്ട, ദൈവം ഒന്ന് തന്നെ. പരിശുദ്ധാത്മാവിനെ നമ്മുടെ മധ്യത്തിൽ വീര്യപ്രവർത്തി ചെയ്യാൻ കഴിയും, കർത്താവിന് വീര്യപ്രവർത്തി ചെയ്യാൻ കഴിയും, പരിശുദ്ധാത്മാവിനും ഇതേ കാര്യങ്ങൾ ചെയ്യും. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് അതിനെ ഒന്ന് വ്യത്യാസപ്പെടുത്തി എഴുതിയിരിക്കുന്നത് മാത്രം. ഞാൻ പറഞ്ഞു വരട്ടെ, കൂട്ടായ്മ നമുക്ക് പിതാവായ ദൈവത്തോട് നിരന്തരമായിട്ടുണ്ടായിരിക്കണം. സ്തോത്രം. അപ്പോൾ വചനം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, മോശ ദൈവത്തോട് മുഖാമുഖമായി സംസാരിച്ചു. മോശയോട് ദൈവം പറഞ്ഞു, നീ മലമുകളിൽ കയറി വാ എന്ന് വിളിച്ച ദൈവം, വചനത്തിൽ എഴുതിയിരിക്കുന്നു, മലമുകളിൽ ദൈവം ഇറങ്ങി വന്നു, മോശ മലമുകളിൽ കയറി ചെന്നു. ഇത് രാവിലെ അത് വളരെ ചിന്തിപ്പാനിടയായിരുന്നു. സ്വർഗത്തിലെ ദൈവം മലമുകളിൽ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇറങ്ങി വന്നു. മോശ എന്ത് ചെയ്യുന്നു? ദൈവം പറഞ്ഞതനുസരിച്ച് കൂട്ടായ്മയ്ക്ക് വേണ്ടി മലമുകളിൽ കയറി ചെന്നു. അവിടെ സ്വർഗത്തിലെ ദൈവവും ഭൂമിയിലായിരുന്ന മോശയും തമ്മിലൊരു സംഭാഷണം. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ തന്നെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ തന്നെ ആ കയറി ചെല്ലുന്ന, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിലേക്ക് വില കൊടുത്ത് ചെല്ലുന്ന സമയത്ത് വാസ്തവമായും ദൈവം നമ്മോട് സംസാരിപ്പാൻ, കൂട്ടായ്മ ആചരിപ്പാൻ ഇറങ്ങി വരുന്നു എന്നാണ് നീ അർത്ഥം മനസ്സിലാക്കാൻ. വളരെ അർത്ഥവത്തായ വിഷയങ്ങൾ ഇവിടെ അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ വായിക്കുന്നു, തന്നോടുകൂടെ ഉണ്ടായിരുന്ന ജനം ദൂരെ നിന്നു, മോശയെ ദൈവം അടുത്തു വരുത്തി. തന്നോട് അടുത്തു വരുത്തി. എന്തിനു വേണ്ടി അടുത്തു വരുത്തിയ? കൂട്ടായ്മയ്ക്ക് വേണ്ടി അടുത്തു വരുത്തി. അപ്പൊ ഭൂമിയിൽ അനേകർ മാറി നിന്നേക്കാം, പക്ഷെ വ്യക്തിപരമായി ദൈവം എന്നെയും നിങ്ങളെയും ദൈവത്തോട് കൂട്ടായ്മയ്ക്ക് വേണ്ടി അടുത്തു വരുത്താൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം, അനേകരെ വരണ്ട അല്ലെങ്കിൽ ദൂരെ നിന്ന് കഴിഞ്ഞപ്പോൾ, അനേകർ ദൈവത്തിൽ നിന്ന് ദൂരെ നിന്ന് കഴിഞ്ഞപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, അവർ അവിടെ നിൽക്കട്ടെ, പക്ഷെ നീ എന്റെ അടുക്കൽ അടുത്തുവ, എനിക്ക് നിന്നോട് സംസാരിപ്പാനുണ്ട്. ദൈവത്തോട് അടുത്ത് ചെന്നപ്പം അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാ? ദൈവം അവനോട് സംസാരിച്ചു.
ദൈവം വെട്ടിയെടുത്ത കൽപ്പലകകളിൽ സ്വന്തം കൈകൊണ്ട് സ്വർഗത്തിലെ ദൈവം അവന് എഴുതി കൊടുക്കാനിടയായി തീർന്നു. അവൻ അടുത്ത് ചെല്ലുമ്പോൾ അവൻ നമ്മോട് പറയും, അവൻ നമ്മളോട് സംസാരിക്കുക മാത്രമല്ല, ഒരു തരത്തിലും മനുഷ്യ ദൃഷ്ടിയിൽ ചിന്തിപ്പാൻ കഴിയാത്ത ചിലത് സ്വർഗത്തിലെ ദൈവം നമുക്ക് അവിടെ ഏൽപ്പിക്കപ്പെടുന്ന സ്ഥലമാണ് ദൈവിക കൂട്ടായ്മ എന്ന് പറയുന്നത്. Praise the Lord. Praise the Lord. അതിനെ നമ്മൾ പഠിച്ചു വരുമ്പോൾ ദൈവം നമ്മോട്, ഇമ്മാനുവേൽ എന്നുള്ളതിന്റെ അർത്ഥം തന്നെ ദൈവം നമ്മോട് കൂടെ. ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് ദൈവം നമ്മോട് കൂടെ വരാൻ ആഗ്രഹിക്കുന്നത്. വളരെ എന്റെ വിഷയത്തിലേക്ക് വരട്ടെ. ഈ കൂട്ടായ്മ എന്ന് പറയുന്ന വളരെ ദിവ്യമായ ശ്രേഷ്ഠമായ കാര്യം മനുഷ്യരിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കൂട്ടായ്മ എന്നുള്ള വിഷയത്തിൽ ദൈവം എപ്പോഴും അതിന് നടുവിലാണുള്ളത്, അല്ലേ? ആകാശത്തിനും ഭൂമിക്കും മധ്യേ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുവാനിടയായി തീർന്നു. ഇരു കള്ളന്മാരുടെ നടുവിൽ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുവാനിടയായി തീർന്നു. ഭൂമിയുടെ ഒത്ത മധ്യത്തിൽ പലസ്തീൻ നാട്ടിൽ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുവാനിടയായി തീർന്നു. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കും ഇങ്ങനെ കാണുന്നത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ജീവികളുടെയും മൂപ്പന്മാരുടെയും നടുവിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ ക്രിസ്തു യേശു അവിടെ നിൽക്കുന്നത് കാണുവാനിടയായി തീർന്നു. അങ്ങനെ അവൻ ശാരീരികമായി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഭയന്ന് അവൻ വിറച്ചു നിന്നതായ അവരുടെ ജീവൻ എന്തായി തീരുമെന്ന് ഭയപ്പെട്ടു നിന്ന ശേഷം അപ്പോസ്തലന്മാരുടെ നടുവിലേക്ക് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് ദൈവം കർത്താവായ യേശു ക്രിസ്തു അവരോട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ഭൂമിയിൽ കർത്താവായ യേശു ആയിരുന്നപ്പോൾ തന്നെ യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ 2 or 3 പേർ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഇറങ്ങി വരും. അപ്പോ ദൈവ സാന്നിധ്യം ദൈവത്തിന്റെ കൃപയാൽ മാത്രമായി അവൻ തന്റെ സാന്നിധ്യം നാം അനുഭവിക്കേണ്ടതിനും കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ നാം ആചരിക്കേണ്ടതിനും നാം ആയിരിക്കുന്ന ഇടത്തിറങ്ങി വരുന്ന നല്ല കർത്താവിനെ നാം സേവിക്കുന്നു. പഴയ നിയമ ചരിത്രപ്രകാരം വേഗം വാക്യം 13 പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അവൻ ചെങ്കടൽ കടക്കേണ്ടതിന് മോശയോടുകൂടെ കടന്നു വന്നതായ ജനം, മോശയുടെ പിന്നാലെ അവൻ കർത്താവിന്റെ വാക്കനുസരിച്ച് ഇറങ്ങി തിരിച്ചതായ ജനം അവരുടെ മുമ്പിൽ എന്തായി? അഗ്നിസ്തംഭമായി മേഘസ്തംഭമായി സ്വർഗത്തിലെ ദൈവം നടന്നു, അല്ലെങ്കിൽ കടന്നു ചെന്നു എന്നിടയായിരുന്നു. അപ്പോൾ മുൻപിൽ എന്തുകൊണ്ട്? മുൻപിൽ ദൈവ സാന്നിധ്യമുണ്ട്. ഒരു ഭക്തന്റെ കൂട്ടായ്മയിൽ എപ്പോഴും ഓർത്തുകൊള്ളുക, നമ്മുടെ മുൻപതായി പടയൊരുക്കുവാൻ പടയ്ക്ക് പുറപ്പെടുന്ന സ്വർഗത്തിലെ ദൈവം ജയിക്കുവാൻ നമുക്ക് കഴിയത്തില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് നമുക്ക് വേണ്ടി ജയം നേടിത്തരുവാൻ നമുക്ക് മുൻപിൽ നടക്കുന്ന സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ വായിച്ചു വരുമ്പോൾ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിന്റെ ദൃഷ്ടിയിൽ അവൻ എന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ഇടയായി തീർന്നത്, അവിടെ ഫറവോനും സൈന്യവും അടുത്തു വന്നപ്പോൾ മുൻപിൽ ഉണ്ടായിരുന്ന ദൈവ സാന്നിധ്യം 25 ലക്ഷം പേരുടെ പിൻപിൽ പോയി നിൽക്കുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളുക, നമുക്ക് ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ നിലനിൽക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ മുൻപടയായി സ്വർഗത്തിലെ ദൈവമുണ്ട്. അത് മാത്രമല്ല, നാം അറിയാതെ നമുക്ക് മുൻപോട്ട് നോക്കി ഓടുന്ന വഴികളിൽ നമുക്ക് പിൻപതായ ഒരു സൈന്യം, ഫറവോൻ അതിന്റെ സൈന്യവും പൈശാചിക ശക്തികൾ നമ്മെ വീഴ്ത്തിക്കളയുവാൻ പിൻപിൽ നിന്ന് വരുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ മുമ്പിൽ നടക്കുന്ന അതേ ദൈവ സാന്നിധ്യം നമ്മുടെ പിൻപിലും നിന്നുകൊണ്ട് നമ്മെ സൂക്ഷിപ്പാൻ കഴിയുന്ന ദൈവമാണ്. 125-ാം സങ്കീർത്തനം ആണെന്ന് 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നത് പോലെ ഇന്ന് മുതൽ യഹോവയായ ദൈവം തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. അപ്പോൾ നടുവിൽ അവന്റെ സാന്നിധ്യമുണ്ട്, മുൻപിൽ അവന്റെ സാന്നിധ്യമുണ്ട്, പിൻപിൽ അവന്റെ സാന്നിധ്യമുണ്ട്. ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തന് ചുറ്റും ദൈവ സാന്നിധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ അത് മാത്രമല്ല, തിരുവചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, പാളയം പുറപ്പെട്ടപ്പോൾ അവർക്ക് മീതെ ദൈവത്തിന്റെ സാന്നിധ്യമാകുന്ന മേഘം വന്നു നിന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, മുൻപിലും പിൻപിലും ചുറ്റിലും മാത്രമല്ല, നമുക്ക് മുകളിലായി ദൈവ സാന്നിധ്യം വന്ന് നിൽക്കുന്നു. വചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, ആവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ പുരാതനായ ദൈവം എന്റെ
നാം ഭയപ്പെടേണ്ടതില്ല. കാരണം അവന്റെ ഉള്ളക്കരങ്ങളിൽ നാം ആയിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ച നമ്മൾ ഇങ്ങനെ കേൾക്കുവാനിടയായി തീർന്നു. വെള്ളത്തിൽ കൂടെ നടക്കുമ്പോൾ അവൻ നമ്മുടെ കൂടെയുണ്ട്. നദിയിൽ കൂടെ നടക്കുമ്പോൾ അവൻ നമ്മുടെ കൂടെയുണ്ട്. തീയിൽ കൂടെ നടക്കുമ്പോൾ അവൻ നമ്മുടെ കൂടെയുണ്ട്. അഗ്നിജ്വാല നമ്മെ ദഹിപ്പിച്ച് കളയാത്തവൻ അവൻ നമ്മുടെ കൂടെ നടക്കുന്ന ദൈവമാണ്. അത് മാത്രമാണോ? കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 26-27 വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിന്റെ വചനപ്രകാരം പരിശുദ്ധാത്മാവിൽ ഒരു മർമ്മം അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയ്ക്ക് വെളിപ്പെടുത്തിയത് എന്താണെന്ന് അറിയാമോ? ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വായിച്ചാല് പൂർവകാലങ്ങൾക്കും അവരോട് ജാതികളുടെ ഇടയിൽ മർമ്മത്തിന്റെ മഹിമാതനം എന്തെന്നറിയിക്കാൻ ദൈവത്തിന് ഇഷ്ടമായി. എന്താണ് ആ മർമ്മം? ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. ഞാൻ പറയുമ്പോൾ എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, എന്റെ ഉള്ളിൽ വസിക്കുന്നത് അത്രയാ മർമ്മം. പ്രൈസ് ദി ലോർഡ്. പറയുന്നത് വ്യക്തമാക്കി ഉള്ളിൽ അത് ഗ്രഹിക്കുക. എന്റെ മുൻപടയായി എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് എനിക്ക് മുൻപതായി എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ സ്വർഗത്തിന്റെ ദൈവമുണ്ട്. ഞാൻ അറിയാതെ എന്റെ പിന്നണിയിൽ നിന്ന് ആക്രമിക്കുന്ന അന്ധകാര ശക്തിയെ നേരിടുവാൻ എനിക്ക് കഴിയാത്തത് കൊണ്ട് എന്റെ പിന്നണിയിൽ വന്നതുകൊണ്ട് എന്നെ സൂക്ഷിക്കുന്നത് ദൈവമുണ്ട്. എനിക്ക് ചുറ്റും നിന്ന് സൂക്ഷിക്കുന്നത് ദൈവമുണ്ട്. എനിക്ക് തലയ്ക്ക് മുന്നിലായി എനിക്കൊരു ദോഷവും വരാതെ വേണം എന്നെ സൂക്ഷിക്കുന്നത് ദൈവ സാന്നിധ്യമുണ്ട്. എനിക്ക് കീഴിൽ നിന്നുകൊണ്ട് എന്നെ സൂക്ഷിക്കുന്നത് ദൈവ സാന്നിധ്യമുണ്ട്. മാത്രമല്ല എന്റെ ഉള്ളിൽ പകർന്ന് എന്നെ സൂക്ഷിക്കുന്നത് ദൈവമുണ്ട്. എന്റെ ഉള്ളിൽ ദൈവ സാന്നിധ്യം പകർന്ന് എന്റെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ദൈവ സാന്നിധ്യം എന്റെ ഉള്ളിലുണ്ട്. എന്റെ ഉള്ളിൽ സ്വർഗത്തിലെ ദൈവം വസിച്ച് എന്നെ സൂക്ഷിക്കുന്ന ദൈവ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. ഗലാത്യലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നാം അവനോടുകൂടെ മരിച്ചിരിക്കാൻ ഇനിയും ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തു. അപ്പൊ ക്രിസ്തു എവിടെയുണ്ട്? എന്റെ ഉള്ളിലുണ്ട്. കൂട്ടായ്മ ആചരിക്കുന്ന ദൈവമേ, കൂട്ടായ്മയ്ക്ക് ആഗ്രഹിക്കുന്ന ദൈവമേ, ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ അകത്തുണ്ടെന്ന് വിശ്വസിക്കുക. ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന ക്രിസ്തു എന്ന ജീവിക്കുന്നത്. സങ്കീർത്തനത്തിൽ ഒരു വാക്യം കൊണ്ടുണ്ട് എന്നെ ധൈര്യപ്പെടുത്തുന്ന, പലപ്പോഴും എന്നെ ഉറപ്പിച്ചു നിർത്തിയ ഒരു വാക്യം, ഞാൻ യഹോവയെ എന്റെ മുൻപായി വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ല. ദൈവത്തെ മുൻപായി വെക്കുവാൻ കഴിയുന്ന ഒരു ദൈവമല്ലേ ഉറപ്പോടെ പറയാൻ കഴിയും. സ്വർഗത്തിൽ ദൈവം ഏതു സാഹചര്യങ്ങളിലും നാം അവനെ നമ്മുടെ മുൻപായി നിർത്തിയാൽ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും ദൈവത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട്, ദൈവത്തിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട്, ദൈവത്തെ ഏത് വിഷയത്തിലും അവനെ വിളിച്ച് മുൻപിൽ നിർത്തി അവനോട് കൂടെ നടക്കുവാൻ കഴിഞ്ഞാൽ അവനാണ് നിനക്ക് വലങ്കൈയായിട്ടുള്ളത്. അവൻ എനിക്ക് വലതു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ല. ദൈവത്തെ ഞാൻ എപ്പോഴും എന്റെ മുമ്പിൽ നിർത്തിയിരിക്കുന്നു. മുൻപ് പറഞ്ഞതെല്ലാം ദൈവം ചെയ്യുന്ന കാര്യമാണ്. 16-ാം സങ്കീർത്തനത്തിൽ പറയുന്ന കാര്യം ഞാൻ ചെയ്യുന്ന കാര്യമാണ്. അതെന്താണെന്ന് അറിയാമോ? എന്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുൻപിൽ നിർത്തും എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും ഞാൻ എന്റെ ദൈവത്തിന് സാഹചര്യം കൊടുക്കും, സാന്നിധ്യം അനുഭവിപ്പാനൊക്കെ വേണം ഞാൻ അവസരം കൊടുക്കും. അങ്ങനെ അവന് പ്രയോറിറ്റി ഞാൻ കൊടുക്കുമ്പോൾ എനിക്കൊരു നിശ്ചയമാ, അവൻ എന്റെ വലം കൈയാണ്. ഭക്തൻ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഞാൻ അവനെ മുൻപിൽ നിർത്തിയപ്പോൾ അവൻ എനിക്ക് വലം കൈയായി മാറി എന്ന് പറഞ്ഞാൽ അവൻ എന്റെ വലതു ഭാഗത്ത് നിൽക്കുന്നത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ല. ദൈവവേദന 2013 അവസാന ആഴ്ച വന്നിട്ടിരിക്കുന്ന ദൈവവേദന ധൈര്യപ്പെട്. ഒരു ശക്തിക്കും കഴിഞ്ഞ കാലങ്ങളിൽ തകർക്കാൻ പറ്റിയില്ലല്ലോ. വലിയോ അവൻ വിചാരിച്ച സന്ദർഭങ്ങളിൽ തോറ്റുപോകുന്നു, പതറിപ്പോകുന്നു, വിചാരിച്ച സമയങ്ങളിൽ പതറിപ്പോകാതെ നിൽക്കുവാൻ ദൈവം വഴിയാക്കിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഉറപ്പോട് വിശ്വസിച്ച് നിങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ദൈവ സാന്നിധ്യം നിങ്ങളെ തോൽപ്പിച്ച് കളയുന്ന സാന്നിധ്യമല്ല, നിങ്ങളെ ക്ഷയിപ്പിക്കുന്ന സാന്നിധ്യമാണ്. പ്രതികൂലങ്ങളുടെ നടുവിൽ ഉറച്ചു
എന്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകുന്നില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തൻ. ഈ കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മെ വിളിക്കുക. ഈ ദൈവം നമ്മെ വിളിക്കുക. അവനോട് ചേർന്ന് നടക്കാൻ അവൻ നമ്മെ വിളിക്കുക. അവനോട് നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ നമ്മെ വിളിക്കുക. ദൈവത്തെ സ്തുതിക്കുന്നു. അവർ എല്ലാ വഴികളിലും ദൈവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണുമെന്ന് പറഞ്ഞത് ഒരു വഴിയും ഒരു മനുഷ്യന്റെ മുമ്പിൽ ബുദ്ധിക്കകത്ത് ചെല്ലാത്തൊരു വിഷയം, അവന്റെ പേരിനകത്തൊരു വ്യത്യാസം സ്വർഗത്തിൽ അമ്മയുടെ പേരുകൾക്കകത്ത് ഒരു തരത്തിലും പേര് മാറിപ്പോകാത്ത സ്ഥാനത്ത് ഉടയവന്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചപ്പോൾ ഭക്തന്മാരുടെ നിലവിളിക്ക് വേണ്ടി സ്വർഗം അവന് വേണ്ടി ഇറങ്ങി പ്രാർത്ഥിച്ചത്. അതുകൊണ്ടാണ് നാം അവനെ ജീവനുള്ള ദൈവം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് നാം അവനെ ജീവനുള്ള ദൈവം എന്ന് വിളിക്കുന്നത്. ഭൂമിയിൽ ഏത് ഭക്തനും ഭൂമിയിൽ നിന്നുള്ള ദൈവത്തേക്ക് നോക്കി വിളിക്കുന്നുവോ അവന് വേണ്ടി ആകാശം ചായിച്ച ദൈവം പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങൾ സേവിക്കുന്ന ദൈവം. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. എപ്പോഴും പറയുന്നത് പോലെ വാക്കൊരിക്കൽ കൂടി ഉരുവിട്ടു വരട്ടെ. അവന്റെ വഴികൾ 1000-10,000-ങ്ങളായിരിക്കുന്നു. ഒരു വിഷയത്തിന് വേണ്ടി നാം വിചാരിക്കുന്ന വിഷയം ഒരു വഴി മാത്രമേ നമ്മുടെ കണ്ണിന് മുമ്പിൽ ഉള്ളെങ്കിൽ 1000-1000, 10,000-10,000 എത്ര വരുന്നോ അത്രത്തോളം വഴികൾ നമ്മുടെ ആ ചെറിയ വിഷയത്തിന് വേണ്ടി സ്വർഗത്തിലെ ദൈവത്തിനുണ്ട്. നമ്മുടെ കണ്ണിന് മുമ്പിൽ ഒറ്റ വഴിയാ തെളിഞ്ഞു നിൽക്കുന്നത്. എന്നാൽ 1000-1000, 10,000-10,000 എത്ര കണക്ക് വരുന്നുവോ അത്രത്തോളം വഴികൾ ആ വിഷയത്തിന് പരിഹാരത്തിനായി മാത്രം ദൈവത്തിനുണ്ടെന്ന് പരിശുദ്ധാത്മാവിൽ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായി. അങ്ങനെയെങ്കിൽ എന്തിനാ ദൈവം പേടിക്കുന്നത്? എന്തിന് അധൈര്യപ്പെടണം? യേശുവല്ലേ നമ്മളോട് കൂടെയുള്ളത്. ആ കൂട്ടായ്മയിലേക്ക് അവൻ സ്നേഹത്തോടെ നമ്മെ വിളിക്കുക. ആ കൂട്ടായ്മയിലേക്ക് അവൻ നമ്മെ സ്നേഹത്തോടെ വിളിക്കുക. എത്ര പേർക്ക് പറയാൻ കഴിയും കർത്താവ് എന്റെ എല്ലാ വഴികളിലും 2013 കഴിയുക. 2013 കഴിയുന്നതിന് മുമ്പ്, ഈ ഇടം വിട്ട് പോകുന്നതിന് മുമ്പ് ഞാനൊരു ഉറപ്പോടും ഒരു തീരുമാനത്തോടും കൂടെ പോകാൻ പോയ എന്റെ എല്ലാ വഴികളിലും ഞാൻ എന്റെ ദൈവത്തെ എന്റെ മുമ്പിൽ ഞാൻ നിർത്തും. കാരണം അവൻ എന്റെ മുമ്പിലുള്ളത് ഉണ്ടെങ്കിൽ ഞാൻ അവനെ എന്റെ വഴികളിലെല്ലാം അവനെ മുൻപിൽ നിർത്തിയാൽ അവനാണ് എന്റെ കാര്യത്തിന്റെ ഉത്തരവാദി. അവൻ എന്റെ വലതുഭാഗത്തു നിന്ന് ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ അറിയാതെ പോലും ഞാൻ അറിയാതിരിക്കുന്നതായ കാര്യങ്ങൾ പോലും അവൻ എനിക്ക് വേണ്ടി ചെയ്യുന്നത്. എന്നെ പലപ്പോഴും കേൾക്കുന്ന ദൈവത്തിന്റെ വഴികളെ നിങ്ങളുടെ വിഷയത്തിന് ഒരു പരിഹാരമുണ്ടോ എന്ന് വ്യാകുലപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഇന്ന് പലപ്പോഴും എന്തായിത്തീരും എന്റെ ഭാവി, ഇതൊക്കെ ഇരുന്നുകൊള്ളട്ടെ, എന്റെ ഭാവി എന്തായിത്തീരുമെന്ന് വ്യാകുലപ്പെടുന്നത് ദൈവവൈദ്യൻ ഈ സാക്ഷിയിൽ കൂടി ഉറപ്പ് വരുത്തിക്കൊള്ളുക. എനിക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവം. എനിക്ക് മുൻപിൽ ആ സാന്നിധ്യമുണ്ട്, എനിക്ക് പിൻപിൽ ആ സാന്നിധ്യമുണ്ട്, എനിക്ക് ചുറ്റും ആ സാന്നിധ്യമുണ്ട്. ഞാൻ കിടന്നുറങ്ങുമ്പോൾ എന്റെ തലയ്ക്ക് മുകളിൽ ആ സാന്നിധ്യമുണ്ട്. ഞാൻ നടക്കുമ്പോൾ എന്റെ കാലിൽ അടിയിൽ ആ സാന്നിധ്യമുണ്ട്. ഞാൻ അറിയാതെ അവന്റെ കർത്താവായ യേശുവിനെ എന്റെ ഉള്ളിലേക്ക് ഞാൻ സ്വീകരിച്ചപ്പോൾ എന്റെ അറിവോടെ അവൻ എന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. ഞാൻ അറിഞ്ഞുകൊണ്ട് അവനെ എന്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചു. അവൻ അറിവോടെ എന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. വെളിപ്പാട് പുസ്തകം 3:20 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി എത്താൻ കഴിയും. അപ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ, ആ കൂട്ടായ്മയിൽ നിലനിൽക്കണമെങ്കിൽ, കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ ഏത് സാഹചര്യത്തിലും അവനെ നമ്മുടെ മുൻപിൽ നിർത്തുക. മറന്നുപോകല്ലേ, പ്രതികൂലങ്ങൾ വരും, സങ്കടം വരും, ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷികൾ കേട്ടല്ലോ. ഈ സാക്ഷി എല്ലാം വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമുണ്ട്. കഷ്ടതയുടെ നടുവിൽ നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു നിർത്തട്ടെ, ഈ സാന്നിധ്യം അനുഭവിപ്പാൻ വില കൊടുത്ത് മുറിഞ്ഞു പോകാത്ത ദൈവ സാന്നിധ്യം കൂടെ കൊണ്ട് നടക്കാൻ വില കൊടുത്താൽ താളടിയാകാൻ ദൈവം കണ്ണുകളെല്ലാം പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും
എമ്മാവൂസിലേക്ക് കടന്നു പോയിക്കൊണ്ടിരുന്ന ശിഷ്യന്മാരുടെ അടുക്കലേക്ക് അവൻ ഇറങ്ങി വന്നു. എന്നാൽ അവൻ കൂടെ നടക്കുന്നത് അവർ അറിഞ്ഞില്ല. എന്നാൽ അവൻ സംസാരിച്ചപ്പോഴൊക്കെ അവരുടെ ഉള്ളിൽ വചനം അവരെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവൻ സംസാരിച്ചപ്പോഴൊക്കെ അവരുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു. ഇന്ന് പലരോടും പലപ്പോഴും നമ്മുടെ ഉള്ളിൽ കത്തിയപ്പോൾ ഉള്ള വചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ആ കത്തൽ വന്നപ്പോൾ ഉടയവൻ നമ്മുടെ അരികിൽ തന്നെയായിരുന്നു എന്ന് ഓർത്തുകൊള്ളുക. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മെ ഓർമ്മിപ്പിച്ച വചനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കാൻ. മുൻപടയായി എനിക്ക് പോകുവാൻ എനിക്ക് ത്രാണിയില്ലെന്ന് പറഞ്ഞെടുത്ത് അവൻ തന്നെ മുൻപടയായി കടന്നു എന്ന യുദ്ധം യഹോവയ്ക്കുള്ളതെന്ന് പറഞ്ഞ് അവൻ തന്നെ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നമ്മെ ജയോത്സവമായി നിർത്തിയത് എന്റെ കാലങ്ങളിൽ ഒന്ന് ചിന്തിച്ചു നോക്കുകയെ. നാം അറിയാതെ പിന്നണിയിൽ നിന്നുകൊണ്ട് ആക്രമിച്ച ശത്രുവിനെ സ്വർഗത്തിലെ ദൈവം അതിന്റെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ച ദൈവ സ്നേഹം ഓർത്തു നോക്കുകയെ. പർവ്വതങ്ങളെ ചുറ്റിയിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ ചുറ്റി നമ്മുടെ കിടക്കറയിലും നമ്മുടെ ജോലി സ്ഥലങ്ങളിലും നമ്മുടെ വാഹനം ഓടിച്ചപ്പോഴും പോലെ വഴികളിലെല്ലാം അവരുടെ സാന്നിധ്യം നമ്മൾ ചുറ്റും നിന്ന് നമ്മെ സൂക്ഷിച്ചത് ഓർത്തു നോക്കുകയെ. തലയ്ക്ക് മുകളിലായി അവരുടെ സാന്നിധ്യം നിന്നത്, ദൈവ സാന്നിധ്യം നിന്നത് ഒന്ന് ഓർത്തു നോക്കുകയെ. പാദത്തിന് കീഴെ അവർ നമ്മെ തന്റെ ശാശ്വത ഭുജങ്ങളിൽ വഹിച്ചത് ഓർത്തു നോക്കുക. ഞങ്ങളോട് കൂടെ ഞങ്ങൾ നടത്തി 2013 ആരംഭപ്പെട്ട നിമിഷം മുതൽ ഇതുവരെ ഞങ്ങൾ സൂക്ഷിച്ചു. വലിയ സ്നേഹത്തിനായി നന്ദി. കാത്തതുകൊണ്ട് സ്തോത്രം. ഭൂമിയുടെ പരപ്പിൽ കർത്താവേ തകർന്നു പോയെന്ന് പറയാനിടയാകാതെ ഞങ്ങളത് സൂക്ഷിച്ചതായി സ്തോത്രം. അനേകരുടെ അസ്ഥികൾ വഴിയിൽ നിന്ന് കോരിയെടുത്തു. 2013 സന്തോഷത്തോടെ തുടങ്ങിയവരുടെ അനേകരുടെ തലയോട്ടി അസ്ഥികളൊക്കെ കർത്താവെ വഴിയിൽ നിന്ന് കോരിയെടുത്ത് കർത്താവ് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ പരിപാലിച്ചതായി സ്തോത്രം. ജീവനോടെ നിലനിർത്തിയതായി സ്തോത്രം. രോഗങ്ങൾ നിങ്ങളുടെ തലത്തിലറിയാതെ സൂക്ഷിച്ചതായി കർത്താവിനെ നന്ദിയോട് സ്തുതിപ്പാൻ എടുക്കുന്നു. ജനത്തെ പിതൃപുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ജനത്തിന്റെ വാക്തത്വം അതങ്ങനെ തന്നെ നിവർത്തിക്കുകയാണ്. അവരുടെ യാതനയുടെ ശബ്ദം കേട്ടു വിശാലതയെ കൊണ്ടു ജനത്തിന് നിവർത്തിക്കട്ടെ. പ്രാർത്ഥനകളായി സ്തോത്രം. അനുഗ്രഹിക്കും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുയേശുവിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാമേവരുടെ ഭൂമിയിലെ സകലവിശുദ്ധന്മാർ ഇന്ന് നാളും കർത്താവിന്റെ ഓരോരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കുഞ്ഞാടിന് മഹത്വം. ഈ വചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, ദൈവവചന സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾ മറുപടി തരുവാനായിട്ട് തയ്യാറാണ്. ദയവായിട്ട് താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പർ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.